എയർപോർട്ട് മോഷണ കേസ് പ്രതിയായ പാലാ മുനിസിപ്പൽ കൌൺസിലർ ബിനു പുളിക്കക്കണ്ടത്തെ CPM പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. കൌൺസിലറായ അന്നു മുതൽ ബിനുവിന്റെ പ്രവർത്തനങ്ങൾ പാർട്ടിക്കും മുന്നണിക്കും യോജിച്ച വിധത്തിലായിരുന്നില്ല. സഹപ്രവർത്തകരായ നഗരസഭാ കൌൺസിലറുടെ എയർപോർട്ട് കാണാതായതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ബിനുവിന്റെ അറസ്റ്റിലെത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് പാലാ നഗരസഭയിലെ CPM പാർലമെന്ററി പാർട്ടി നേതാവ് കൂടിയായ ബിനു പുളിക്കക്കണ്ടത്തെ CPM പുറത്താക്കിയത്. പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിലാണ് നടപടിയെന്നാണ് വിശദീകരണം. ബിനുവിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ഏരിയ കമ്മിറ്റി നൽകിയ റിപ്പോർട്ട് CPM ജില്ലാ കമ്മിറ്റി അംഗീകരിക്കുകയായിരുന്നു. നഗരസഭാ കൌൺസിലറുടെ എയർപോർട്ട് മോഷ്ടിച്ചെന്ന കേസിൽ ബിനുവിന്റെ വനിതാ സുഹൃത്തിൽ നിന്നും തൊണ്ടി മുതൽ കണ്ടെത്തിയതോടെ ബിനുവിനെ പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തിരുന്നു. ഈ കേസിൽ ബിനുവിന്റെ അറസ്റ്റ് ഉണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് പാർട്ടിയുടെ പുറത്താക്കൽ നടപടി വരുന്നത്. പാലാ നഗരസഭാ ചെയർമാൻ സ്ഥാനം നഷ്ടപ്പെട്ടതു മുതൽ ബിനു പുളിക്കക്കണ്ടം പാർട്ടിയിലും മുന്നണിയിലും ഇടഞ്ഞു നിൽക്കുകയായിരുന്നു. ഇതിനിടെ കേരള കോൺഗ്രസ് M കൌൺസിലർ ജോസ് ചീരാംകുഴിയുടെയും എയർപോർട്ട് മോഷ്ടിച്ച കേസിൽ ബിനുവിനെ പ്രതിയാക്കി പോലീസ് കേസെടുത്തിരുന്നു. ജനുവരിയിൽ തന്റെ എയർപോർട്ട് ബിനു മോഷ്ടിച്ചതാണെന്ന് ജോസ് പാലാ നഗരസഭാ യോഗത്തിൽ പരസ്യമായ ആരോപണം ഉന്നയിച്ചത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. മാഞ്ചസ്റ്ററിലുള്ള നഴ്സായ വനിതാ സുഹൃത്തിന് ബിനു എയർപോർട്ട് കൈമാറിയെന്നായിരുന്നു ആരോപണം. പിന്നീട് വനിതാ സുഹൃത്ത് എയർപോർട്ട് പോലീസിന് കൈമാറുകയും ബിനു സമ്മാനിച്ചതാണെന്ന് മൊഴി നൽകുകയും ചെയ്തതോടെ ബിനുവിനെ പ്രതിയാക്കി പോലീസ് കേസെടുക്കുകയും ചെയ്തു. പ്രതിയാക്കപ്പെട്ട ശേഷവും കൌൺസിൽ യോഗത്തിൽ ബിനു പങ്കെടുത്തത് കേരള കോൺഗ്രസ് M അംഗങ്ങളും CPM സ്വതന്ത്ര അംഗങ്ങളും ചോദ്യം ചെയ്ത് കൌൺസിൽ യോഗം ബഹിഷ്കരിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം ബിനു LDF സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി പ്രവർത്തിക്കാൻ തയ്യാറായിരുന്നില്ല. ഇതെല്ലാം മുന്നണിയിൽ വിള്ളൽ ഉണ്ടാക്കുന്നതിന് കാരണമാവുകയും ചെയ്തു. കോൺഗ്രസ് പ്രവർത്തകനായി രാഷ്ട്രീയം തുടങ്ങിയ ബിനു പിന്നീട് BJPയിൽ ചേരുകയായിരുന്നു. അവിടെയും നേതൃത്വവുമായി ഭിന്നതയിലായ ബിനു അടുത്ത കാലത്താണ് CPMൽ എത്തുന്നത്. അവിടെ നിന്നും പുറത്താകുമ്പോൾ ബിനുവും മറ്റൊരു PC ജോർജ് ആകുമോ എന്നറിയാൻ ഏറെ നാൾ കാത്തിരിക്കേണ്ടി വരില്ല.